കോടതിയുടെ സംശയങ്ങൾ വളരെ വളരെ പ്രബലമാണ്, ബലപ്പെട്ടതാണ്, അടിസ്ഥാനപരമാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഗൌരവത്തിൽ പരിശോധിച്ചാണ്. പക്ഷെ ഗവൺമെന്റ് നിസ്സംഗത തുടരുക തന്നെ ചെയ്യുകയാണ്. കോടതി എപ്പോഴാണ് പറഞ്ഞത്? ഇന്ന് നവംബർ മാസം 6-ാം തീയതിയാണെങ്കിൽ ഒക്ടോബർ 6, ഒരു മാസം മുൻപാണ്, കൃത്യമായിട്ട് ഒരു മാസം മുൻപാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ശബരിമലയിലെ വൻപിച്ച കൊള്ള കോടതി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഈ ഒരു മാസക്കാലത്തെ അന്വേഷണം എന്താണ്? ഒറ്റയിടുന്നത് പോലെയാണ് അന്വേഷണം നീങ്ങുന്നത്. പ്രതികളെ സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, രാഷ്ട്രീയ നേതൃത്വം, അവരുടെ പങ്കാളിത്തം പകൽ പോലെ വ്യക്തമാണ്. ഈ സ്വർണം തിരികെ കൊണ്ടുവരാൻ സാധിച്ചില്ല. എല്ലാ പ്രതികളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ കയ്യാമം വെക്കാൻ സാധിച്ചില്ല. അവരെ സംരക്ഷിക്കുകയാണ്. തെളിവ് നശിപ്പിക്കാൻ തൊണ്ടിമുതൽ, ഒരു മോഷണ കേസാണല്ലോ, അതിന് തൊണ്ടിമുതലിനേറെ പ്രാധാന്യമുണ്ട്. സ്വർണ്ണപ്പാളികൾ, ധാരവാല ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ, വാതിൽപ്പാടികൾ, കഥകൾ ഉൾപ്പെടെ കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള എല്ലാ സ്വർണത്തിന്റേതായ വസ്തുവകളും അവിടുത്തെ വിശ്വാസത്തെയും ആരാധന സംവിധാനങ്ങളെയും എല്ലാം തകർത്തുകൊണ്ടാണ്, അതെല്ലാം വ്യാജമായിട്ട് ചെമ്പിൽ നിർമ്മിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തി വിശ്വാസ സമൂഹത്തെ, ലക്ഷക്കണക്കിന് ശബരിമല ആരാധകരെ വഞ്ചിക്കുകയായിരുന്നു ഈ സർക്കാരും സംവിധാനങ്ങളും എന്ന് വളരെ വ്യക്തമാണ്. അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ജനകീയമായ ഇടപെടലിന് കോൺഗ്രസ് പാർട്ടി ശക്തമായ നേതൃത്വം നൽകി സമരങ്ങൾ നയിച്ചു, യാത്രകൾ നയിച്ചു. ഇനിയും ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലാണെങ്കിൽ പോലും ശബരിമല വിഷയം വളരെ ഗൗരവത്തിൽ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വിശ്വാസ സമൂഹം ഈ കാര്യത്തിൽ സർക്കാരിന്റെ അലംഭാവം, പ്രതികളെ രക്ഷിക്കാനുള്ള നടപടിയും ശക്തമായ പ്രതിഷേധത്തിൽ പങ്കുചേരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്.